ഒഡീഷയിലെ കലിംഗ സ്റ്റേഡിയത്തിൽ നടന്ന സൂപ്പർ കപ്പ് 2025 ആദ്യത്തെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പരാജയം. മോഹൻ ബഗാൻ 1-2 ഗോളുകൾക്ക് വിജയിച്ചു. എന്നല്ല, മോഹൻ ബഗാൻ ബി ടീം 1-2 ഗോളുകൾക്ക് ജയിച്ചു. നിലവിലെ ISL ജേതാക്കളായ മോഹൻ ബഗാൻ പോർച്ചുഗീസ് ഡിഫൻഡർ നുനോ റെയ്സ് എന്ന വിദേശ താരം ഒഴികെ മുഴുവൻ ഇന്ത്യൻ താരങ്ങളെയും ഉൾപ്പെടുത്തിയാണ് ബി ടീമിനെ രൂപപ്പെടുത്തി കളിക്കളത്തിലിറക്കിയത്. ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ അവരുടെ മുൻനിര ടീമിനെയും. അഡ്രിയാൻ ലൂണ ഇല്ലെന്ന് മാത്രം. മോഹൻ ബഗാന്റെ ഗോൾ കീപ്പറായ ധീരജ് സിംഗിന്റെ മികച്ച പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരാജയത്തിന്റെ പ്രധാന കാരണം. ബ്ലാസ്റ്റേഴ്സ് താരമായ ജീസസ് ജെമിനിസിന്റെ മോശം പ്രകടനവും പരാജയത്തിന്റെ മറ്റൊരു പ്രധാന കാരണമാണ്. ലഭിച്ച 6 ഡസനോളം നല്ല ഗോൾ അവസരങ്ങൾ ജെമിനിസ് നഷ്ടമാക്കി. ജെമിനിസിന്റെ പ്രകടനത്തെപ്പറ്റി കോച്ച് ഡേവിഡ് കറ്റാല വിമർശിച്ചുവെന്നാണ് റിപ്പോർട്ട്. അടുത്ത സീസണിലേക്കുള്ള പുതിയ ടീമിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും ഇപ്പോഴുള്ള പല വിദേശ താരങ്ങളും പുതിയ ടീമിൽ ഉണ്ടാകില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. അതിലും രസകരമായ കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത് മലയാളികളാണെന്ന് തന്നെ പറയാം. മോഹൻ ബഗാന്റെ ആദ്യ ഗോൾ നേടിയത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരമായ മലയാളിയായ സഹദ് അബ്ദുൽ സമദ്. മത്സരത്തിന്റെ 23-ാം മിനിറ്റിൽ മോഹൻ ബഗാന്റെ മിഡ്ഫീൽഡറായ മലയാളിയായ സലാഹുദ്ദീൻ അദ്നാൻ നൽകിയ പാസാണ് അനായാസം മലയാളിയായ സഹദ് അബ്ദുൽ സമദ് വലയിലാക്കിയത്. ഗോൾ നില 1-0. ഒന്നാം പകുതിയിൽ നിരവധി അവസരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചുവെങ്കിലും ഫലവത്തായില്ല. ജെമിനസ്, നോഹ എന്നിവരുടെ പരിശ്രമങ്ങളൊക്കെ ഗോൾ കീപ്പറായ ധീരജ് സിംഗ് അനായാസനം അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. ഒന്നാം പകുതി 1-0 എന്ന നിലയിൽ അവസാനിക്കുകയും ചെയ്തു. രണ്ടാം പകുതിയിൽ വീണ്ടും മലയാളിയായ ആഷിഖ് കുരണിയന്റെ ബുദ്ധിപരമായ പാസ് ഇന്ത്യൻ താരം സുഹൈൽ ഭട്ട് വലയിലാക്കി. ഗോൾ നില 2-0. 93-ാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മലയാളി താരം ശ്രീകുട്ടൻ ഗോൾ നേടി. ഗോൾ നില 2-1. ഇതോടെ സമനിലയ്ക്കായി ഉണർന്നു ശ്രമിച്ച ബ്ലാസ്റ്റേഴ്സിന് പക്ഷേ ഗോൾ നേടാൻ സാധിച്ചില്ല. മത്സരത്തിൽ മുൻനിരയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നുവെങ്കിലും ഭാഗ്യം അവരോടൊപ്പം ഉണ്ടായില്ല. 18 ഷോട്ടുകൾ ബ്ലാസ്റ്റേഴ്സിനുണ്ടായിരുന്നപ്പോൾ ബഗാന് 8 എണ്ണം മാത്രമാണ് ഉണ്ടായത്. ഷോട്ട് ഓൺ ടാർജറ്റ് ബ്ലാസ്റ്റേഴ്സിന് 7-ഉം ബഗാന് 3-ഉം. ഇരു ടീമുകൾക്കും 6 കോർണർ വീതം ലഭിച്ചു. മോഹൻ ബഗാന് വേണ്ടി മധ്യനിരയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മലയാളി താരം സലാഹുദ്ദീൻ അദ്നാനാണ് കളിയിലെ താരം. ചുരുക്കത്തിൽ മോഹൻ ബഗാൻ ടീമിലെ മലയാളി താരങ്ങളുടെ മികച്ച പ്രകടനങ്ങൾ കൊണ്ട് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്.